അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാമത്തെ വചനം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-ാമത്തെ വചനം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. പട്ടണത്തിൽ പ്രസിദ്ധമായ ഒരു പള്ളിയുണ്ട്. ഒരു മദ്യവ്യവസായി പള്ളിയുടെ സമീപത്തുള്ള തന്റെ സ്ഥലത്ത് ഒരു ബാർ ഹോട്ടൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. സ്വാഭാവികമായും പള്ളിക്കാരും പട്ടക്കാരും മേലധികാരികളും ഈ ബാർ ഹോട്ടലിനെ എതിർക്കുകയും പ്രത്യേക കൂട്ടായ്മകളും പ്രതിഷേധ പ്രാർത്ഥനാ സംഗമങ്ങളുമൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ബാർ ഹോട്ടൽ കെട്ടിടം നിരന്തരം ഉയർന്നുകൊണ്ടിരുന്നു. നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ ഒരു ദിവസമുണ്ടായ ശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും ഒക്കെ കൊണ്ട് കെട്ടിടം കത്തി നിലംപതിച്ചു. പള്ളിക്കാർക്ക് സന്തോഷമായി. എന്നാൽ മദ്യവ്യവസായി കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. പള്ളിയിലെ കൂട്ടായ്മകളും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ കാരണമാണ് തന്റെ മദ്യശാല കെട്ടിടം നശിച്ചതെന്നും അതിന്റെ നഷ്ടപരിഹാരം കിട്ടണം എന്നുമാണ് കേസ്. പള്ളിക്കാര് എതിർ സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വവും ബന്ധവുമില്ല. പള്ളിയിലെ ആരാധന കാരണമാണ് മദ്യശാല കെട്ടിടം നശിച്ചത് എന്ന വാദം ശുദ്ധ അസംബന്ധമാണ്. കേസ് വാദം കേട്ട ജഡ്ജ് പറഞ്ഞു, വളരെ വിചിത്രമായൊരു കേസാണിത്. ഒരു വശത്ത് പള്ളിയിലും ആരാധനയിലും പ്രാർത്ഥനയിലുമൊക്കെ വലിയ വിശ്വാസമുള്ള മദ്യവ്യവസായി, മറുവശത്ത് പള്ളിയിലെ ആരാധനയും പ്രാർത്ഥനയും വലിയ കാര്യമാക്കാത്ത വിശ്വാസം ഇല്ലാത്ത പള്ളിക്കാര്. വളരെ രസകരമായൊരു നിരീക്ഷണം വായിച്ചത് ഓർമ്മയിലുണ്ട്. എന്റെ വല്യപ്പച്ചന് ആരാധന ഒരു അനുഭവമായിരുന്നു. എന്റെ അപ്പന് ആരാധന ഒരു ആചാരമായി തീർന്നു. എനിക്കിന്ന് ആരാധന ഒരു അലോസരമാണ്. ആരാധനയുടെ മഹാത്മ്യം വല്ലാതെ മങ്ങിപ്പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരാധനയുടെ ഉദ്ദേശത്തെക്കുറിച്ചോ ആരാധനയിൽ ഉണ്ടാകേണ്ട ബോധ്യങ്ങളെക്കുറിച്ചോ നമുക്കൊരു വ്യക്തതയും കൃത്യതയും ഇല്ലാതെ പോകുന്നു എന്നതാണ് സങ്കടകരം. ആരാധന ചിലർക്ക് ആചാരം അല്ലെങ്കിൽ കേവല അനുഷ്ഠാനം, മറ്റു ചിലർക്ക് ഉച്ചത്തിലുള്ള ശബ്ദമുഖരിത ഉന്മാദം, ചിലർക്ക് ദേവാലയത്തിലെ ഉള്ളിലെ ശുശ്രൂഷ, കുറച്ചുപേർക്ക് കാര്യസാധ്യങ്ങൾക്കുള്ള അവസരം, വേറെ കൂട്ടർക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള മാർഗം. ഇത്തരത്തിലുള്ള ആരാധനകൾ വാസ്തവത്തിൽ നമ്മെ സ്വാധീനിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. നാം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാധന യഥാർത്ഥത്തിൽ അർത്ഥവത്താണോ? എന്താണ് ആരാധന എന്ന അടിസ്ഥാന ചോദ്യം വിശദമാക്കാൻ ഇന്നും നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആദിമസഭയാണ്. ഏർലി ചർച്ച്. ആദിമസഭയുടെ ആരാധന ഒരു മികച്ച ഉദാഹരണവും മാതൃകയുമാണ്. ആദിമസഭ ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നടപ്പിൽ വരുത്തിയ സമൂഹമാണ് ആദിമസഭ. അസാധ്യങ്ങൾ സാധ്യമാകും എന്ന് വിശ്വസിച്ചവരുടെ കൂട്ടമാണ് ആദിമസഭ. അവിശ്വസനീയമായ കാര്യങ്ങൾ ആത്മവിശ്വാസത്തോടെ ഏറ്റെടുത്ത കൂട്ടായ്മയാണ് ആദിമസഭ. പ്രായോഗികമല്ലാത്ത കാര്യങ്ങളെ പ്രത്യാശിച്ചവരുടെ കൂടിവരവാണ് ആദിമസഭ. അസാധാരണമായ അനുഭവങ്ങളിലൂടെ അത്ഭുത സമൂഹമായി മാറിയ ആദിമസഭ. മരണത്തെ തോൽപ്പിച്ച ക്രിസ്തുവിന്റെ ഉയർപ്പ് ഉറക്കെ ഘോഷിച്ച സമൂഹമാണ് ആദിമസഭ. വിശ്വാസം കൊണ്ട് നിരന്തരം ആഴത്തിൽ വേരിടുകയും വളർന്ന് പന്തലിക്കുകയും ഫലസമൃദ്ധി കൊണ്ട് ലോകത്തെ സ്വാധീനിക്കുകയും ചെയ്ത ആദിമസഭ. ആദിമസഭ ശീലിച്ചിരുന്ന ആരാധനയ്ക്ക് സവിശേഷതകൾ ഒരുപാടുണ്ട്. എന്നാൽ അതിൽ നിന്ന് പരമപ്രധാനമായ 3 എണ്ണം പങ്കിടാനുള്ള പരിശ്രമമാണ് ഇന്നത്തെ വചനധ്യാനം. 1, ആരാധന ആയുസ്സിനപ്പുറം ഉള്ള ആഘോഷമാണ്. ആയുസ്സിനും അപ്പുറമുള്ള ആഘോഷം. വർഷിപ്പ് ആൻഡ് ഇറ്റേണൽ സെലിബ്രേഷൻ ബിയോണ്ട് ദ സ്പാൻ ഓഫ് ലൈഫ്. 1 കൊരിന്ത്യർ 15:19 അപ്പോസ്തലൻ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയിലുടനീളം ഉപയോഗിച്ച വാക്കാണ് ദൈവരാജ്യം. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും ദൈവരാജ്യത്തെ ക്രിസ്തു വിസ്മരിക്കുന്നില്ല. തിരുരാജ്യം വരേണമേ, നിന്റെ രാജ്യം വരേണമേ എന്ന് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഒരു പുതിയ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് ആരാധന സമൂഹം. ആദിമസഭ ദൈവരാജ്യത്തിന് വേണ്ടി നോക്കി പാർത്തവരാണ്. പ്രവേശിക്കാനിരിക്കുന്ന ഒരു പുതിയ രാജ്യത്തെ പ്രതീക്ഷയോടെ കാത്തിരുന്നതുകൊണ്ട് ആ രാജ്യത്തിന്റെ അനുഭവങ്ങളെ ഈ ഭൂമിയിലെ അനുദിനം പരിശീലിച്ചവരാണ് ആദിമസഭ. ദൈവരാജ്യത്തിന്റെ ശീലങ്ങൾ ഓരോ ദിവസവും ശീലമാക്കാനുള്ള സന്ദർഭമാണ് ആദിമസഭ. എന്താണ് ആരാധന?
ആദിമസഭയുടെ മാതൃക ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 42-46 വാക്യങ്ങൾ. വിശ്വാസം മുറുകെ പിടിച്ചവർ ദിനം പ്രതി ഒരുമനപ്പെട്ട് കൂട്ടായ്മയ്ക്കായി ദേവാലയത്തിൽ കൂടുന്നു, വീട്ടിൽ അപ്പം നുറുക്കുന്നു, ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുന്നു, അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയും ഉപദേശവും സ്വീകരിക്കുന്നു. എന്താണിതെല്ലാം? ഇതെല്ലാം ദൈവരാജ്യ അനുഭവത്തിന്റെ മുന്നൊരുക്കമാണ്. ദൈവരാജ്യത്തിന്റെ ശീലങ്ങൾ ഓരോ ദിവസവും പരിശീലിക്കുന്നതിന്റെ പേരാണ് ആരാധന. ആരാധന എന്നാൽ കേവലം ചില നിമിഷങ്ങളുടെ ആവേശമല്ല, ചില ക്രമങ്ങളുടെ ആവർത്തനമല്ല, ശബ്ദ കോലാഹലമല്ല, ആചാരമല്ല. ദൈവരാജ്യത്തിന്റെ മുന്നൊരുക്കമാണ്, ദൈവരാജ്യത്തിന്റെ മുൻ ആസ്വാദനമാണ്. അതുകൊണ്ട് സഭാ ജീവിതത്തെ, ആരാധനാ ജീവിതത്തെ നമ്മൾ അതീവ ഗൗരവത്തോടെ പരിഗണിക്കണം എന്നാണ് ഇന്നത്തെ ലേഖന പാഠം ആവശ്യപ്പെടുന്നത്. വിശുദ്ധ അഗസ്റ്റിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സഭ എന്നത് രണ്ടാമത്തെ ഗർഭപാത്രമാണ്. ഒന്നാമത്തെ ഗർഭപാത്രം അമ്മയുടെ ഉദരമാണ്, മനുഷ്യനായി രൂപപ്പെട്ട ഇടം. സ്നാനത്തിലൂടെ ഒരു പുതുമനുഷ്യനായി രൂപപ്പെടുന്ന രണ്ടാമത്തെ ഗർഭപാത്രമാണ് സഭ. ആരാധനാ ജീവിതത്തിൽ തികച്ചും അനിവാര്യമായ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, വചനം ഏറ്റെടുക്കണം, എംബ്രേസ് ദ വേർഡ് ഓഫ് ഗോഡ്. 2, കൂദാശകളുടെ കാര്യഗൗരവം തിരിച്ചറിയുക, റെക്കഗ്നൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സാക്രമെന്റ്സ്. വചനം ഗൗരവമായി പഠിക്കുകയും കൂദാശകൾ സൂക്ഷ്മമായി അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട ആരാധന സമൂഹമാണ് സഭ. നാം പ്രവേശിക്കാൻ പോകുന്ന രാജ്യത്തിന്റെ ശീലങ്ങൾ ഇവിടം മുതൽ, ഈ ഭൂമി മുതലേ ശീലിക്കുന്നതിന്റെ പേരാണ് ആരാധന. ഒരു പാക്കേജിന്റെ ഭാഗമായി വിശുദ്ധ നാട് സന്ദർശിച്ചത് ഓർമ്മയിലുണ്ട്. ജോർദാൻ, ഇസ്രായേൽ, പാലസ്തീൻ, ഈജിപ്ത്, ഈ 4 രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഓരോ രാജ്യത്തിനും അവരുടേതായ പ്രത്യേകതകൾ, നിയമ സംവിധാനങ്ങൾ, അവരുടേതായ നിർദ്ദേശങ്ങൾ ഗൈഡും നേതൃത്വം നൽകിയവരും വളരെ വിശദമായി പങ്കിട്ടു. നാം പ്രവേശിക്കാൻ പോകുന്ന രാജ്യത്തിന്റെ ശീലങ്ങൾ ഇവിടം മുതൽ ശീലിക്കുന്നതിന്റെ പേരാണ് ആരാധന. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അബ്രഹാം എവിടെ എത്തിയാലും ആദ്യം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. മോശയ്ക്ക് ഫറവോനോട് പറയാനും പോരാടാനുമുള്ള മുദ്രാവാക്യം ഇതാണ്: മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. നഷ്ടകൂമ്പാരങ്ങളുടെ നടുവിലും ഇയ്യോബ് ആരാധിച്ചത് നാം ശ്രദ്ധിക്കുന്നുണ്ട്. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം. ശമര്യാ സ്ത്രീ ഘോഷിച്ച ആരാധന കാരണം ശമര്യാ പട്ടണം ഒന്നടങ്കം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 25-ാമത്തെ വാക്യം. ചലിക്കാനാകാതെ ചങ്ങലകളിൽ ചുരുങ്ങിപ്പോയ പൗലോസും ശീലാസും തടവറയെ ഒരു ആരാധനയുടെ ഇടമാക്കി മാറ്റി. ദാനിയേലും ചങ്ങാതിമാരും രാജാവ് നിർത്തിയ പ്രതിമയെ ആരാധിക്കാതെ ദിനം പ്രതി 3 നേരം ജീവനുള്ള ദൈവത്തെ ആരാധിച്ചു. എല്ലാ യഹൂദരും ശനിയാഴ്ച ആരാധനയ്ക്ക് പോയപ്പോൾ അന്ന് പോകാതെ തൊട്ടടുത്ത ദിവസമായ ഞായറാഴ്ച, അതായത് ഉയർപ്പ് ദിനം, ആ ഞായറാഴ്ചയെ തെരഞ്ഞെടുത്ത് ആരാധിക്കാൻ മുതിർന്നവരുടെ കൂട്ടമാണ് ആദിമസഭ. ആരാധന ദൈവരാജ അനുഭവത്തിന്റെ മുന്നൊരുക്കമാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള അഭ്യസനമാണ്, പരിശീലനമാണ്. നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. നിത്യകാലം യുഗായുഗം കർത്തനോടുകൂടി വാഴാൻ വഴിയൊരുക്കുന്ന കൂടിവരവാണ് ആരാധന. ആരാധന ആയുസ്സിനും അപ്പുറമുള്ള ആഘോഷമാണ്. 2, ആരാധന എന്നാൽ ആത്മനിറവിന്റെ ആഘോഷമാണ്. ആൻ എറ്റേണൽ സെലിബ്രേഷൻ ഓഫ് സ്പിരിച്വൽ ഫുൾനെസ്. ദൈവാത്മാവ് നമ്മെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും മെച്ചമായ നിലയിൽ ജീവിക്കാനുമുള്ള സൽപ്രേരണ നമുക്ക് നിരന്തരം നൽകുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിന്, ഇംഗിതത്തിന് വിധേയപ്പെട്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. എന്താണ് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി വിധേയപ്പെടുക എന്നതിനർത്ഥം? പരിശുദ്ധാത്മാവിലാവുക എന്നാൽ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുക എന്ന് സാരം. ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 13 എന്നീ ഭാഗങ്ങളിൽ അപ്പോസ്തലൻ പൗലോസ് വളരെ കൃത്യമായി പറഞ്ഞു വെച്ചു, ആത്മാവിന്റെ ഫലങ്ങളിൽ പ്രധാനം സ്നേഹമാണ്. പരിശുദ്ധാത്മ ജീവിതം എന്നാൽ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ ജീവിത ശൈലിയാണ്. എല്ലാ മനുഷ്യരെയും ജാതി, മത, ലിംഗ, വർഗ, വർണ്ണ, വംശീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അങ്ങനെയാണ് ആത്മാവിലൂടെ ആരാധന സംഭവിക്കുക. ആരാധന ആത്മാവിന്റെ ആഘോഷമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം മർക്കോസ് സുവിശേഷം 12-ാം അധ്യായം നാം ശ്രദ്ധിക്കുമ്പോൾ ശാസ്ത്രിമാരിൽ ഒരാൾ യേശുക്രിസ്തുവിനോട് തർക്കിക്കാൻ വന്നു. തർക്കത്തിനൊടുവിൽ ആ ഒരാൾ പറയുന്നുണ്ട്, ദൈവത്തോടുള്ള സ്നേഹം പരസ്പരമുള്ള സ്നേഹമാണ് സാരമായുള്ളത്. യേശു മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 44-ാമത്തെ വചനം. വിശ്വസിച്ചവരെല്ലാം ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണി പങ്കിട്ടു. All who believed were together and had all things in common.
ദൈവരാജ്യത്തിന്റെ ഒരുമയും പങ്കിടലും ആദിമസഭ പരിശീലിച്ചിരുന്നു എന്ന് സാരം. ഒരുമ, ടുഗദർനെസ്, കൊയിനോനിയ എന്നാണ് വിളിക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആദിമസഭാ വിശ്വാസികളുടെ ഇടയിൽ ഒരുമ അല്ലെങ്കിൽ ഐക്യം സാധ്യമാക്കിയത് പരിശുദ്ധാത്മാവാണ് എന്ന് നാം പഠിക്കും. പരിശുദ്ധാത്മാവ് എന്നത് ഭിന്നതയുണ്ടാക്കുന്ന, വേർതിരിവുണ്ടാക്കുന്ന, അകറ്റിക്കളയുന്ന ആത്മാവല്ല, ഭയപ്പെടുത്തുകയും അടിമയാക്കുകയും ചെയ്യുന്ന ആത്മാവല്ല, ഒരുമിപ്പിക്കുന്ന ആത്മാവാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, പല ജാതിക്കാർ, പല സംസ്കാരങ്ങൾ, പല ദേശങ്ങൾ, അങ്ങനെ എല്ലാ വേർതിരിവുകളും വ്യത്യസ്തതകളും അതിജീവിച്ചൊരു കുടുംബം പോലെ ഒരുമനപ്പെട്ടതിന്റെ പിന്നിൽ പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ ഭിന്നിപ്പിക്കുന്ന, വേർതിരിവുകൾ ഉണ്ടാക്കുന്ന, തമ്മിലകറ്റുന്ന ആത്മാവ് അശുദ്ധാത്മാവാണ്. ഈ ഒരുമയുടെ ഒരു പ്രധാന പ്രത്യേകത, ഇത് സാഹോദര്യത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പഠിപ്പിച്ചത്. ദൈവം പിതാവാണെങ്കിൽ മക്കളായ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഈ സാഹോദര്യത്തിന്റെ സന്ദേശം ഊട്ടിയുറപ്പിക്കുന്ന ഇടമാണ് ആരാധന. ആദിമസഭാ വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്നത് സഹോദരന്മാരെ, സഹോദരികളെ എന്ന് തന്നെയാണ്. പരസ്പരം വിശുദ്ധരെ എന്നും വന്ദനം ചെയ്ത് വിളിക്കാറുണ്ട്. ഈ ഒരുമയിൽ സംഭവിച്ച മറ്റൊരു സവിശേഷത, സകലവും പൊതുവക എന്ന് എണ്ണി പങ്കിട്ടു. ദൈവരാജ്യം എന്നത് പങ്കിടലിന്റെ രാജ്യമാണ്. പരസ്പരം ആവശ്യങ്ങളിൽ കൈവാങ്ങി എന്നതാണ് സാക്ഷ്യം. ആദിമസഭയുടെ സാമ്പത്തിക ശാസ്ത്രം എന്നത് ആഗ്രഹങ്ങൾക്കോ ആർത്തിക്കോ അനുസരിച്ചല്ല, ആവശ്യങ്ങൾക്കനുസരിച്ചായിരുന്നു. ബേസ്ഡ് ഓൺ ദ നീഡ്സ് ഓഫ് അതേഴ്സ്. സഭാജനങ്ങൾക്കിടയിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നുവെങ്കിൽ അവ പരിഹരിക്കാനുള്ള പങ്കിടലിന്റെ ഇടമായിരുന്നു സഭ. അങ്ങനെയുള്ള ഇടമാകണം സഭ. പൊതുവിതരണത്തിന്റെ കൂട്ടായ്മ ബോധം ആദിമസഭയിൽ സജീവമായിരുന്നു എന്നതാണ് ചരിത്രം. കഴിഞ്ഞ ചൊവ്വാഴ്ച കൊച്ചിയിൽ തൃപ്പൂണിത്തുറ ബസ് സ്റ്റാൻഡിനടുത്തൊരു വാഹനാപകടമുണ്ടായി. ഒരു യുവതി ഓടിച്ച സ്കൂട്ടർ ഒരു സ്വകാര്യ ബസ്സുമായി ഉരസി യുവതി ബസ്സിനടിയിൽ പെടുകയും വസ്ത്രം കീറിപ്പോവുകയും ചെയ്തു. സമീപത്ത് സൈക്കിളിൽ വച്ചുകെട്ടിയ സ്റ്റീൽ ക്യാനിൽ ചായ വിൽക്കുകയായിരുന്ന ഷാജി എന്നൊരു മനുഷ്യൻ ഒരു നിമിഷം പോലും മടിച്ചു നിൽക്കാതെ ഓടിച്ചെന്ന് സ്വന്തം മുണ്ടഴിച്ച് ആ യുവതിക്ക് നൽകി. ഷാജിയുടെ നന്മ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. മത്തായി സുവിശേഷം 25-ാം അധ്യായം 35-ാമത്തെ വാക്യം, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. തിരക്കുള്ള ഒരു തെരുവോരത്ത് വസ്ത്രം നഷ്ടപ്പെട്ട് നിലത്ത് വീണുപോയ ഒരു സ്ത്രീയെ ഉടുമുണ്ടുകൊണ്ട് ഉടുപ്പിച്ച മനുഷ്യൻ നിറമനസ്സിന്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ്. പരിശുദ്ധാത്മ ജീവിതമെന്നാൽ സ്നേഹത്തിന്റെ, സാക്ഷ്യത്തിന്റെ ജീവിത ശൈലിയാണ്. ഇന്നത്തെ മനോരമ പത്രത്തിന്റെ സപ്ലിമെന്റിൽ മിഷൻ ലൈഫ് എന്ന പേരിൽ ഒരു കുറിപ്പ് കണ്ടു. കുട്ടനാട്ടിലെ ഓലമെന്ന വീട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കുടിയേറിയ ക്ലെമന്റ് എന്ന മനുഷ്യസ്നേഹിയെ കുറിച്ചാണ് കുറിപ്പ്. അയിത്തവും വിലക്കും ഭീകരതാണ്ഡവുമാടുന്ന തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ആധാർ കാർഡോ തെരഞ്ഞെടുപ്പ് ഐഡിയോ ഇല്ലാത്ത നിരവധി പേർ, ഭരണകൂടത്തെക്കുറിച്ച്, ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് കേട്ടുകേൾവില്ലാത്തവർ, അവർക്കായി ക്ലെമന്റ് തന്റെ വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 50-ലധികം വീടുകൾ നിർമ്മിച്ചു നൽകി. ക്ലെമന്റ് പറയും, ആ കുറിപ്പ് അങ്ങനെയാണ് അവസാനിക്കുന്നത്. ക്ലെമന്റിന്റെ വാക്കുകൾ, ഇല്ലായ്മകളിൽ ഇടറിപ്പോയവർക്കായി പങ്കിടുമ്പോൾ അതിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലും കൈവരും. ഒരുമയും പങ്കിടലും ശീലിച്ച് ഒരു കുടുംബം പോലെ ഒരുമനപ്പെടാൻ നമ്മെ പ്രാപ്തിപ്പെടുത്തുന്ന അനുഭവമാണ് ആരാധന. പരിശുദ്ധാത്മ ജീവിതമെന്നാൽ പങ്കിടാൻ പ്രേരിപ്പിക്കുന്ന ജീവിതമാണ് ആരാധന. ആത്മ നിറവിന്റെ ആഘോഷമാണ്. 3, ഒടുവിലായി ആരാധന എന്നാൽ ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ്. വർഷിപ്പ്, an eternal celebration of spiritual surrender. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ 1,44,000 ആളുകൾ കുഞ്ഞാടിന്റെ മുൻപിൽ ആരാധനയായി നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ആരാണവർ? 1,44,000 പേർ. ദൈവരാജ്യം കാംക്ഷിച്ച് ജീവിതത്തെ ആരാധനയാക്കി മാറ്റിയവർ. ജീവൻ ത്യജിക്കേണ്ടി വന്നാലും നിലപാടിൽ വെള്ളം ചേർക്കാതെ നിലകൊണ്ട് വിശുദ്ധർ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ ആരാധിച്ചവർ. ഏതാണ്ട് 10 സവിശേഷതകൾ അവർക്കുണ്ട്. വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിയോൻ മലയിൽ കുഞ്ഞാടിനോടൊപ്പം നിന്നവർ, നെറ്റിയിൽ ക്രിസ്തുവിന്റെയും പിതാവിന്റെയും നാമം ധരിച്ചവർ, പുതിയ പാട്ട് പഠിച്ച് പാടിയവർ, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്ത കന്യകമാർ, കുഞ്ഞാടിനെ പൂർണ്ണമായി അനുഗമിക്കുന്നവർ, ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യഫലമായവർ, മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവർ, വായിൽ ഭോഷ്കില്ലാത്തവർ, കളങ്കമില്ലാത്തവർ. ആരാധന ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ്. വാക്കുകൾ ചുരുക്കട്ടെ. ആരാധനയെ സംബന്ധിച്ച് 3
സൂചനകളാണ് ആദിമസഭയിൽ നിന്ന് നാം ഈ പ്രഭാതത്തിൽ ചിന്തിച്ചത്. ഒന്ന്, ആരാധന ആയുസ്സിനും അപ്പുറമുള്ള ആഘോഷമാണ്. രണ്ട്, ആരാധന ആത്മനിറവിന്റെ ആഘോഷമാണ്. മൂന്ന്, ആരാധന ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ്. ആരാധനയെ ഗൗരവമായി എടുക്കാത്തവർ, ആരാധനയിൽ അലസമായിരിക്കുന്നവർ, ആരാധനയെ അവഹേളിക്കുന്നവർ ദൈവരാജ്യ അനുഭവത്തിൽ നിന്ന് അകലെയാണ്. ഓരോ ആരാധനയും കഴിയുമ്പോൾ കുറഞ്ഞപക്ഷം ഒരു അനുതാപത്തിന്റെ അനുഭവമെങ്കിലും വേണ്ടേ? യെശയ്യാവ് 6, ഇന്നത്തെ പഴയ നിയമപാഠം. അയ്യോ എനിക്കയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. അയ്യോ എനിക്ക് കഷ്ടം എന്ന് അനുദപിക്കാൻ നമ്മെ സമർപ്പിക്കുന്നിടത്ത് നമ്മുടെ ആരാധനകൾ അർത്ഥമുണ്ടാകും. ഈ സന്ദേശം തയ്യാറാക്കുമ്പോൾ ആരാധനയെക്കുറിച്ച് കർത്തൃദാസൻ ഭക്തവത്സലന്റെ പാട്ട് പലതവണയായി ഇങ്ങനെ തെളിഞ്ഞു വന്നു. ആരാധനേ സമാരാധനേ ആരിലുമുന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധനേ സമാരാധനേ ആരിലുമുന്നതനായവനേ, ആരാധിക്കും ഞാൻ നിന്നെ എന്നും ആയുസ്സിൻ നാളുകളെല്ലാം. ആമേൻ.